അവൻ വിളിക്കുന്നുണ്ട്. നീതുമോളെ, നീ ആറ്റിറ്റ്യൂഡിൽ തന്നെ സംസാരിക്കണം, പാവമായിട്ട് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ച അവൻ തലേ കയറുവേ, പറഞ്ഞേക്കാം. ഓക്കെ. ഹലോ, ആരെയാ വിളിച്ചേ? എന്ത്? നീ നേരത്തെ ആരെയാ വിളിച്ചോണ്ടിരുന്നേന്ന്? ഞാൻ വിളിച്ചപ്പോ നീ മറ്റൊരു കോളിലായിരുന്നല്ലോ. ഞാൻ ആരെങ്കിലും വിളിക്കും, നിനക്കെന്താ? ആരെയാ വിളിച്ചെന്നാ ഞാൻ ചോദിച്ചത്. ചേട്ടാ, ഇതെന്തൊരു കഷ്ടവാ. എന്നെ വിളിക്കുന്നവരല്ല ഞാൻ നിന്നോട് പറയണോ? പറയണം. അതിന്റെ ആവശ്യമില്ല. നീ പറയുന്നുണ്ടോ ഇല്ലയോ? പറയാൻ സൗകര്യമില്ല. നീ ഞാൻ മെസ്സേജ് അയക്കുമ്പോ ഒക്കെ എവിടെയോ പോകുന്നുണ്ടല്ലോ, എന്നിട്ട് നീ അതൊക്കെ എന്നോട് ഒന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്തിനാ ഞാൻ നിന്നോട് എല്ലാ കാര്യവും പറയുന്നത്? ഞാൻ നിന്നെ പോലെ ആരെയും കോൾ ചെയ്യാനൊന്നും അല്ല പോയത്, വേറൊരു ആവശ്യത്തിന് പോയതാ. എന്നാ ഞാൻ ഒരു അത്യാവശ്യത്തിന് ഒരാളെ വിളിച്ചതാ. എന്നാ ശരി. അയ്യോ, അവൻ കട്ടാക്കിയോ? അങ്ങോട്ട് വിളിച്ചാലോ? വിളിച്ചാ എന്റെ വില പോകുമോ? കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് വിളിക്കുന്നുണ്ടോ എന്ന് നോക്കട്ടെ. അതെ, വിളിക്കുന്നുണ്ട്. ഹലോ. വെറുതെ അല്ല നീ എന്നെ ഓരോന്ന് പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നേ അല്ലേ? വേറെ ആരോ സെറ്റ് ആയിട്ടുണ്ട്, അവനെയാ നീ നേരത്തെ വിളിച്ചോണ്ടിരുന്നേ അല്ലേ? എന്നാ പിന്നെ നടക്കട്ടെ. അയ്യോ, എന്തൊക്കെ കള്ളത്തരങ്ങളാ ഇവ ഉണ്ടാക്കി പറയുന്നേ? ഞാൻ ആരെ സെറ്റ് ആക്കിയിട്ടൊന്നും ഇല്ല. എന്റെ അങ്കിളാ എന്നെ വിളിച്ചേ. ഇനി അങ്ങനെ പറ. നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. എന്നാ സ്ക്രീൻഷോട്ട് അയക്ക്. സൗകര്യമില്ല. നീ അയക്കുന്നുണ്ടോ ഇല്ലയോ? ചേട്ടാ, ഇതെന്തൊരു കഷ്ടവാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ അയക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അയക്കാം. എന്നാ കട്ടാക്ക്. കാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ. നീതുമോളെ, സ്ക്രീൻഷോട്ട് അയക്കണോ? അയച്ചാ നിന്റെ ആറ്റിറ്റ്യൂഡ് വില എല്ലാം പോകും. അവനെ അനുസരിക്കുന്ന ഒരു പാവയായിട്ട് നീ മാറും, കേട്ടല്ലോ. അയക്കണോ? അയച്ചില്ലെങ്കിൽ അവൻ പിന്നെ പിണങ്ങി ബ്ലോക്ക് ആക്കിയാലോ? എന്നാ പിന്നെ അയച്ചേക്കാം. എന്ത് ചെയ്യാനാ, ഞാൻ ഇങ്ങനെ ഒരു നിഷ്കളങ്കയായ ഒരു മണ്ടത്തി ആയി പോയില്ലേ.